വളരെ സത്യസന്ധമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇത്രയും ദിവസം ഞാൻ സത്യസന്ധമല്ലാതെ ഒന്നുമല്ല സംസാരിച്ചത്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ലൈറ്റായിട്ട്, ഞാൻ ആരും എന്നെ ജഡ്ജ് ചെയ്യുന്നില്ല, ആ ഒരു സെൻസിൽ ഞാൻ പോവുകയാണ്. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് തോന്നുന്ന സാധനം ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ ആക്ച്വലി ക്യാമറ ശരിക്കും എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കിയതാണ്. ഇപ്പം ജസ്റ്റ് തോണാക്കിയത്. ഞാനാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുറച്ച് ഷൈ ആണെന്ന് തോന്നുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നോക്കുന്നുണ്ട്. ഓക്കെ, 2 ദിവസം കൊണ്ട് ശരിയാവും. അപ്പം ഞാൻ ശരിയാണെന്ന് പറയണമെങ്കിൽ ഞാനിത് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങളൊന്നും കൂടെ വന്ന് നോക്കൂ. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ വേറെ ചെയ്തോളാം. ഞാനിങ്ങനെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ലൈക്ക് ആക്ച്വലി എനിക്ക് ബേസിക്കലി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണം. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനത്തെ ഒരു ലെവലിലും അങ്ങനെയൊന്നുമല്ല. എനിക്ക് ആക്റ്റീവായിരിക്കണം, എല്ലാവരും എന്നെ കാണുന്നതും എന്നെ കേൾക്കുന്നതും എൻ്റെ അഭിപ്രായം ചോദിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ലൈക്ക് ഒരു പ്രശ്നം വരുമ്പോൾ എന്നോട് അഭിപ്രായം ചോദിക്കുകയല്ല. ഇപ്പം ഞാൻ ഒരു കാര്യം ഉണ്ടായി, ഞാൻ എഴുതി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആൾക്കാർ കേൾക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇതല്ലെങ്കിൽ എന്നെ ആൾക്കാർ കാണുക, എനിക്ക് പറയാനുള്ള എന്തൊക്കെ, അതൊക്കെ ഇങ്ങനെ എന്നെ ഭയങ്കര ഹാപ്പി ആക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് നയനുണ്ട്. അപ്പം ഞങ്ങൾ ഇതുപോലെ എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെയാവണം ഇങ്ങനെയാണെന്നൊക്കെ പറയും. എനിക്ക് ആക്ച്വലി കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ ജസ്റ്റ് ആയിട്ട് ഞങ്ങളാണെങ്കിൽ എനിത്തിങ് അണ്ടർ ദി സ്കൈ അത്രയും അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഇങ്ങനെ അഭിപ്രായം പറയും, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളെപ്പോഴും പറയും, എടി നമുക്ക് വെറുതെ ഒരു വീഡിയോ തുടങ്ങാടി, നമുക്ക് രണ്ടും സംസാരിച്ചിരിക്കുന്ന വീഡിയോ ഇടാടി എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ഞങ്ങൾ പറയേ. അങ്ങനെ പറഞ്ഞു കാലങ്ങൾ പോയി. എന്നായിരുന്നു എമ്പുരാൻ റിലീസായ സമയം. ഞാൻ ആക്ച്വലി ആ സമയത്ത് PhD എൻട്രൻസിന് പഠിക്കുക. അപ്പം ഞാൻ നയനെ കണ്ടപ്പോൾ പറഞ്ഞു, നയൻ അന്നേരം PG ചെയ്യുക. അപ്പം ഞാനടുത്ത് ഞാൻ പറഞ്ഞു, എടി എമ്പുരാൻ എല്ലാവരും കളിയാക്കുന്നു, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരണം, അങ്ങനെ ചെയ്യരുത്. ആ സിനിമയ്ക്ക് എന്താ ഒരു ലൈക്ക് കുഴപ്പങ്ങളുണ്ട്, പക്ഷേ ഇത്രയും കളിയാക്കാനും പൃഥ്വിരാജിനെ എസ്പെഷ്യലി ഇങ്ങനെ കളിയാക്കിയിടാനൊക്കെ എന്താ അതിനകത്തുള്ളത്? ഞാൻ അതിനോട് ഭയങ്കര വിഷമം പങ്കുവെച്ചേ. അപ്പം ഞങ്ങളന്ന് ഇങ്ങനെ ക്യാൻറ്റീനിൽ പോയിരുന്നു. ഞാൻ ക്യാമറ എടുത്തിട്ട് എഴുപാടി നമുക്ക് ഇല്ല, നയന പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് ഡാഡി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറയാം, എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീൻ്റെ പുറത്തൊരു ബെഞ്ച് കയറിയത്. ഞാൻ വെറുതെ ക്യാമറ ഇങ്ങനെ പിടിക്കുന്നു, ഒന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ പോർട്രേറ്റിലൊക്കെ എടുത്തത്. അങ്ങനെ ഞങ്ങൾ എമ്പുരാൻ്റെ റിവ്യൂ ഇട്ടു. ഞാൻ അന്വേഷിച്ച ചാനൽ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ഓൾറെഡി ചാനലില്ല, അത് ഞാൻ പോസ്റ്റ് ചെയ്തേ. പിന്നെ ഞാനത് വിട്ടു. PhD എൻട്രൻസിന് ഞാൻ ഡൽഹിയിൽ പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിജി ഉണ്ട്. വിജിയുടെ അടുത്താണ് ഞാനും ശംഖുനെ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയുണ്ടാവും ശംഖുനെ. അപ്പോൾ ശംഖു ഞാനും കൂടെ വിജീൻ്റെ വീട്ടിലിങ്ങനെ കിടക്കുക എക്സാം കഴിഞ്ഞിട്ട്. എൻ്റെ ചാനലൊന്ന് പോയി നോക്കാം. അന്നേരം യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നൊന്നും ഇല്ല, ജസ്റ്റ് വെറുതെ ഇട്ടതല്ല പറയും. ഞാൻ വെറുതെ നോക്കുമ്പോൾ 1300 പേര് കണ്ടേ. അപ്പോൾ ഇതെനിക്ക് ചെടി 1300 പേര് കണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എമ്പുരാൻ്റെ പേരൊക്കെ വരുമ്പം വെറുതെ ആൾക്കാർ കാണാം. അന്നേരം എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടാൽ എങ്ങനെയായാലും കുറച്ച് വ്യൂസ് കിട്ടും. അതൊന്നും അറിഞ്ഞിട്ടതല്ല. അപ്പം ഇത്രയും പേരുണ്ട്, എന്നാൽ പിന്നെ ഉണ്ടാകുന്നത്. അന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ടു. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ആക്ച്വലി തുടങ്ങിയത്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, എനിക്ക് യൂട്യൂബ് ചാനൽ ഭയങ്കര റിലീഫാണ് തന്നത്. എനിക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫാണ് തന്നത്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയില്ല. കാരണം ഞാൻ അന്നേരം തിരുവനന്തപുരത്ത്, ഇത്രയും കേൾക്കാൻ നിങ്ങൾക്ക് സാവകാശം ഉണ്ടാവുമോ എനിക്കറിയില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്ട്രെസ് റിലീഫിന് സഹായിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെ ചേഞ്ച് ചെയ്തു. മോണിറ്റൈസ്ഡ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിൽ ഞാനൊരു ഒന്നുമല്ലാന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിങ്ങനെ ഡെയിലി റീൽ ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടിയൊരു സാധനമുണ്ട്. അതിന് പകരമൊക്കെ ഒന്നുമില്ല, അത്രയും അടിപൊളിയാണ്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. എല്ലാം കൂടെ പറഞ്ഞാൽ എനിക്ക് ബോറടിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ നല്ലതാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് ഈ കുട്ടി പറയുന്ന നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഇല്ല. ഞാനങ്ങനെ അത് ഒത്തിരി സംസാരിക്കാറില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വേണമെങ്കിൽ ലൈക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എൻ്റെ വീഡിയോസ് വരുന്ന അപ്ഡേറ്റ്സ് അറിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അതും ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. Okay, that's all. Bye bye.